പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടായോ? ഇതൊക്കെ കണ്ടിട്ട് നിനക്കും ഒന്ന് ഡാൻസ് കളിച്ചാൽ കൊള്ളാൻ തോന്നുന്നുണ്ടോ? അയ്യോ ചേച്ചി, ഞാൻ ഏതാ അവള്? കണ്ടാൽ അറിയില്ലേ, ഏതൊരു പട്ടിക്കാട്ടുകാരിയാ. അവളെ നമ്മളെ കാണിച്ചു കൊടുക്കുന്ന എന്റെ പേടി. ഇത് ചന്തയാണെന്നാണോ അവളുമാരുടെ വിചാരം? എല്ലാത്തിനെയും നെഗളിപ്പ് ഞാൻ ഇന്നത്തോടെ തീർത്തു കൊടുക്കുന്നുണ്ട്. എവിടെയാ ഒളിച്ചിരിക്കുന്നത് എല്ലാവളുമാരും? അതെനിക്കറിയില്ല. CCTV വരുന്നുണ്ടെന്ന് പറഞ്ഞ് എല്ലാരും ഓടി. അവർ CCTV എന്ന് പറഞ്ഞോ? നമ്മുടെ മെക്കിട്ട് കയറാൻ സിസ്ലി ചേച്ചിക്ക് ഒരു കാരണം കൂടി കിട്ടി. ആ പട്ടിക്കാട്ടുകാരി ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ കണ്ട സമയം. ഒളിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. എന്റെ അടുത്ത് വരുന്നതാ എല്ലാവർക്കും നല്ലത്. വരാനല്ലേ പറഞ്ഞത്? തലതെറിച്ചവളുമാര് കൊറേണ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ തോന്നിയാസം ഒന്നും സമ്മതിച്ചു തരാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? എടി, കുഴപ്പാവോ? അവരെവിടെ കിടന്ന് തൊള്ള തീർക്കട്ടെ, നമുക്ക് മൈൻഡ് ചെയ്യണ്ട. ശരി, വരണ്ട. എന്നോടല്ലേ നിങ്ങൾ ഈ അനുസരണക്കേട് കാണിക്കൂ. ഞാൻ ഈ കാര്യം വാർഡനെ വിളിച്ച് അറിയിക്കാൻ പോവാ. നിങ്ങൾക്കുള്ളതേ വാർഡൻ തന്നോളൂ. വാ. DJ ലൈറ്റും ചെവി തുളച്ചു കയറുന്ന മ്യൂസിക്കും. നിങ്ങൾക്കിവിടെ അക്കോമഡേഷൻ തന്നപ്പോ മാഡം നിങ്ങളോട് എന്താ പറഞ്ഞത്? ഇവിടെ നിങ്ങൾ മാത്രമല്ല, വേറെയും പെൺകുട്ടികൾ താമസിക്കുന്നുണ്ട്. ഞാൻ മാഡത്തെ വിളിച്ച് അറിയിക്കാൻ പോവാ ഇപ്പൊ തന്നെ. സിസ്ലി ചേച്ചി, ചേച്ചി മാഡത്തെ വിളിച്ച് അറിയിച്ചോ? ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. മാഡത്തോട് പറയുമ്പോ ഞങ്ങളോട് ഡാൻസ് കളിക്കാൻ ആവശ്യപ്പെട്ടതേ മുക്തയാണെന്നും കൂടി പറയണം. മുക്തയോ? എന്താ ചേച്ചിക്ക് വിശ്വാസം വരുന്നില്ലേ? സംശയം ഉണ്ടെങ്കിൽ മുക്തയോട് തന്നെ ചോദിച്ചു നോക്ക്. ആ ശരി ശരി, എല്ലാവരും അവരവരുടെ റൂമിലേക്ക് ചെല്ല്. ഇനി നാളെ ആവാൻ ബാക്കി. നീ എന്താ അന്തം വിട്ട് നിൽക്കുന്നേ? വാ, റൂം കാണിച്ചു തരാം. മോളെ, മോളെ മുക്ത, എന്താ സിസ്ലി ചേച്ചി? ഇടിക്കടി ഇടിക്കടി ഇടിക്കേ. എടി, ഇവിടെ വന്ന് ഷോ കാണിക്കാൻ നിന്നാ നിന്റെ കാലെ വാരി നിലത്തടിക്കും. ഇവളെന്താ ഇവിടെ? ഞങ്ങളെ ഈ CCTVക്ക് കാണിച്ചു കൊടുത്തത് ഒരു പട്ടിക്കാട്ടുകാരിയാണെന്ന് പറഞ്ഞില്ലേ? അതിവളാ. കുട്ടി ഇവിടെ വെച്ച് കണ്ടുമുട്ടുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കുട്ടി ഇവിടെയാണോ താമസിക്കുന്നത്? നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ആ, എനിക്ക് പേരൊന്നും അറിയില്ല, പക്ഷെ ഈ കുട്ടിയെ അറിയാം. പരിചയപ്പെട്ടിട്ടുണ്ട് എന്റെ നാട്ടില് വന്നപ്പോ. നീ ഏതാ? എന്നെ ഓർമ്മയില്ലേ? നാട്ടിലെ അമ്പലത്തില് പൂജയും വഴിപാടുകളും കഴിപ്പിക്കാൻ വന്നപ്പോ ഞാനല്ലേ 31 കുടം വെള്ളം കൊണ്ടുവന്ന് തന്നത്? മറന്നുപോയോ? എനിക്കൊന്നും ഓർമ്മയില്ല. സിസിലി ചേച്ചി, എന്തിനാ വാതിലിൽ തട്ടിയത്? അത് പറയൂ. അത് മോളെ, ഈ കുട്ടിക്ക് റൂം കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷേ ഇന്ന് പോകുമെന്ന് പറഞ്ഞ അനഘ ഇതുവരെ പോയില്ല. ഇവളിവിടെ ജോലി കിട്ടി വന്നതാ. കൂടെ ആരുമില്ല. അതുകൊണ്ട് സിസിലി ചേച്ചി വളച്ചു കെട്ടാത്ത കാര്യം പറ. ഈ ഒരു രാത്രി മാത്രം മതി മോളെ. കാലത്ത് ഞാനിവളെ 14 നമ്പർ റൂമിലേക്ക് മാറ്റിക്കോളാം. ഇവളെ ഈ റൂമിൽ താമസിപ്പിക്കണമെന്നാണോ സിസിലി ചേച്ചി പറഞ്ഞു വരുന്നത്? ഇവിടെയുള്ളൊരു കുട്ടി നാട്ടിൽ പോയിരിക്കുമല്ലേ, അവളുടെ ബെഡ് കാലിയാണല്ലോ. ഇവള് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കില്ല. കൂടെ താമസിപ്പിക്കാൻ പറ്റിയൊരു സാധനം. വേഷവും കോലം ഒക്കെ കണ്ടാലും മതി. പട്ടിക്കാട്ടുകാരി. സിസിലി ചേച്ചി, മുക്തയുടെ റൂംമേറ്റ് ആവാനുള്ള എന്തെങ്കിലും ഒരു യോഗ്യത ഇവൾക്കുണ്ടോ?
പറ. ഒരു രാത്രിയല്ലേ മോളെ, വേറെ ഒരു റൂം ഒഴിവില്ലാത്തത് കൊണ്ടല്ലേ. പ്ലീസ് മോളെ. പറ്റില്ല ചേച്ചി, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രൈവസിയാണ് ഇമ്പോർട്ടന്റ്. സോറി. വടി മോളെ മോളെ ഈ ഒരു റൂമിൽ മാത്രമാണ് ബെഡ് ഒഴിവുണ്ടായിരുന്നത്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? എന്നെ അറിയില്ലെന്ന് ആ കുട്ടി കള്ളം പറഞ്ഞാ ചേച്ചി. അന്ന് ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എന്നോട് ഒരുപാട് നന്ദി പറഞ്ഞിട്ടാ പോയത്. ടൗണിലുള്ളവരൊക്കെ ഇങ്ങനെയായിരിക്കും, എല്ലാം വേഗത്തിൽ മറക്കുന്നവരായിരിക്കും. എല്ലാരും അങ്ങനെയല്ല മോളെ. കുറച്ചു പേര്, മുത്തേ പോലുള്ള കുറച്ചു പേര്. ഞാൻ പ്രിയനോട് വരാൻ പറയാം. വേറെ എവിടെയും അക്കോമഡേഷൻ കിട്ടിയില്ലെങ്കിൽ അവന്റെ വീട്ടിലെങ്കിലും നിന്നെ താമസിപ്പിക്കും. ചേച്ചി വാ. അയ്യോ, ചേച്ചി മനോഹരമായിട്ടാ ആ കുട്ടി പാടുന്നത്. അത് മീരയാ. കാലത്തും സന്ധ്യയ്ക്കും അല്ലേ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക? ഈ സമയത്തും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കോ? ആ കുട്ടി ജോലി കഴിഞ്ഞ് വരാൻ വൈകിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അല്ലേ ചേച്ചി? കൃഷ്ണനെ പ്രാർത്ഥിക്കാൻ ആ കുട്ടിക്ക് നേരവും കാലവും ഒന്നുമില്ല. സമയം കിട്ടുമ്പോഴെല്ലാം കൃഷ്ണന്റെ മുന്നിൽ തന്നെയാ. സ്വഭാവത്തിന് പറ്റിയ പേര് തന്നെയാ അവക്ക് കിട്ടിയിരിക്കുന്നേ, മീര. ഭക്ത മീര എന്ന് കേട്ടിട്ടില്ലേ? ഈ ഹോസ്റ്റലിലെ ഏറ്റവും നല്ല കുട്ടി ആരാണെന്ന് ചോദിച്ചാ ഞാൻ ഇവളുടെ പേരേ പറയൂ.